എൻ്റെ ശബ്ദം ഇതാണ്. പിന്നെ സരസ്വതി അമ്മ എന്നുള്ള ക്യാരക്ടർ എന്നിൽ ഭരതനാട്യത്തിന് എന്നിൽ തരുമ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഞാൻ ഒരുപാട് നാളായി വർക്ക് ചെയ്യാതിരിക്കുകയാണ്. അപ്പൊ എന്നോട് ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് എന്നിൽ ഈ ക്യാരക്ടർ തരുന്നത്? കൃഷ്ണദാസ് എഴുതി വെച്ചിരുന്നത് തന്നെ ഈ ക്യാരക്ടർ സരസ്വതി അമ്മ കലാരഞ്ജിനി. അത് എന്ത് വിശ്വാസമാണെന്ന് എനിക്കറിയില്ല. അത് എന്നിൽ കൊടുത്ത വലിയൊരു ക്യാരക്ടർ അത് മാക്സിമം ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ഈ ഒരു സഹകരണം, അതാണ് ഇതിന്റെ വിജയം. ഭരതനാട്യം കഴിഞ്ഞു, അത് എന്തുകൊണ്ട് അത്രയും നന്നായിട്ട് പോയില്ല, വലിയ വിഷമമായിരുന്നു. അതിന്റെ വിഷമം ഇതിലെത്തിരുന്നു. ഞങ്ങളെല്ലാവരും ഓരോരുത്തരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഇത് ഇത്രത്തോളം നന്നാക്കാൻ ശ്രമിച്ചത്. അതിന് മെയിൻ സഹിച്ചു ഞങ്ങളുടെ തോമസ് സാർ, പിന്നെ ഇദ്ദേഹം ഞങ്ങളുടെ കൃഷ്ണദാസ് പിന്നെ വേറൊന്ന് കൃഷ്ണദാസിന്റെ ഒന്നും നമുക്ക് ഞങ്ങളോടൊന്നും നിർബന്ധിച്ച് പറയില്ല, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെയാണ് വേണ്ടുന്നത് ഒന്നും പറഞ്ഞിട്ട്, എന്നാൽ പറയാതെ പറഞ്ഞ് ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവന്ന് അത് വലിയൊരു കഴിവാണ്. അദ്ദേഹത്തിന് നന്ദി. ഈ ഒരു ക്യാരക്ടർ തന്നതിനും എൻ്റെ ശബ്ദം സാധാരണ എല്ലാവരും ധൈര്യത്തോടെ പറയില്ല, ഈ ശബ്ദം തന്നെ വേണമെന്ന് പറഞ്ഞ് ഇതിനെ എനിക്കൊരു ധൈര്യം തന്നത്. ഭയങ്കര മടിയായിരുന്നു എൻ്റെ ശബ്ദം പുറത്തു കൊണ്ടുവരാൻ, ആരോടെങ്കിലും സംസാരിക്കാൻ, മൈക്കിന്റെ മുമ്പിൽ നിൽക്കാൻ ഭയങ്കര മടിയായിരുന്നു. എനിക്കൊരു ചമ്മലാണ്. പക്ഷെ അതല്ല, ഈ ശബ്ദം നാട് കേൾക്കണം, എല്ലാവരും അറിയണം. നമസ്കാരം, എൻ്റെ പേര് ശ്രീജാരവി. ഞാൻ ഒരു ഡബിങ് ആർട്ടിസ്റ്റുമാണ് ഇപ്പോൾ. ഈ പടത്തില് എൻ്റെ കഥാപാത്രത്തിന്റെ പേര് രുക്മിണി അമ്മ എന്നാണ്. അതിനാദ്യമായിട്ട് എനിക്ക് ഈ റോളിന് എന്നെ വിളിച്ച ഡയറക്ടർക്കും പ്രൊഡ്യൂസേഴ്സിനും എല്ലാം എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂട്ടത്തിൽ എന്നെ ഒരുപാട് ഭരതനാട്യം സമയത്ത് ഡയലോഗ്സിന് വേണ്ടിയൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത സാംസണിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ, പ്രത്യേകിച്ച് ചേച്ചി പറഞ്ഞ പോലെ ഈ പടം വിജയിപ്പിക്കണം എന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇന്നലെ ഞങ്ങൾ 1-2 വിസിറ്റിന് പോയപ്പോൾ തന്നെ ഓഡിയൻസിന്റെ കൂട്ടത്തിലിരുന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. എല്ലാവരും രസിക്കുന്നുണ്ടായിരുന്നു. ആത്മാർത്ഥമായിട്ട് ആ കയ്യടിയും ചിരിയും അട്ടഹാസവും ഒക്കെ കേൾക്കുമ്പോൾ അതാണ് ഞങ്ങൾക്കുള്ള റിസൾട്ട്. അപ്പം ഡയറക്ടറും പ്രൊഡ്യൂസറും എല്ലാം തന്നെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലേ ബാക്കിയുള്ള എല്ലാം ഉണ്ടാവും. ഡയറക്ടർ ആണെങ്കിലും ക്യാമറമാൻ ആണെങ്കിലും എല്ലാവരും ഒരു പ്രൊഡ്യൂസർ നിലനിന്നില്ലെങ്കിൽ ഇല്ല. അപ്പൊ അത് മാത്രം പരിഗണിച്ചല്ല, പടം അസല് പടമാണ്, അടിപൊളി പടമാണ്. നിങ്ങൾക്ക് കണ്ട് നിങ്ങൾ എല്ലാവരും അത് അംഗീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.